യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ലിറ്റിൽ 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 മെക്കും കൂട്ടുകാരൻ വരുന്നേ. യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ധാരാളം നന്മകളുണ്ട്. നന്മകളുടെ എതിർഭാഗത്ത് തിന്മകളുമുണ്ട്. തിന്മകളെയെല്ലാം നന്മകൾ കൊണ്ട് തോൽപ്പിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിന് അവകാശികളായിത്തീരുന്നത്. ഞാൻ കുട്ടികളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഭൂമിയിൽ ധാരാളം നന്മകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഉണ്ണീശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നന്മ ഏതാണ്? ഉത്തരം ഇപ്പോൾ തന്നെ പറയണമെന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം. അടുത്ത ഞായറാഴ്ച സൺഡേ ക്ലാസ്സിൽ വരുമ്പോഴേക്ക് പറഞ്ഞാൽ മതി. ശരി ഉത്തരം പറയുന്നവർക്ക് അച്ഛൻ നല്ല സമ്മാനങ്ങളും തരുന്നുണ്ട്. എന്താ? എന്നാലും അച്ഛൻ ഒരുമാതിരി കുഴപ്പിക്കുന്ന ചോദ്യാ ചോദിച്ചത്. എനിക്ക് തോന്നുന്നത് അച്ഛൻ നമ്മളെ പറ്റിച്ചതാണെന്നാ. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? നന്മയെല്ലാം ഒരുപോലെയല്ലടാ. അതില് വലുതും ചെറുതും ഉണ്ടാവോ? അത് ശരിയാണല്ലോ. എന്ത് ശരിയാണെന്ന്? പറ്റിച്ചാണെങ്കിൽ സമ്മാനം തരുന്നു പറയുമോ? എന്റെ വയർ കാലിയാ. ഇനി എന്തെങ്കിലും കഴിക്കാതെ എന്റെ തലയിൽ ഒന്നും കേറൂല. നീ വയറുകൊണ്ടാണോ ചിന്തിക്കുന്നത്? ഇവന്റെ വയറ് മാത്രമല്ല, തലയും കാലിയാ. വെറുതെ എന്തിനാ ചിന്തിച്ച് സമയം കളയണേ? നീ പോയി തിന്നോടാ. ഓ, നീ അത്ര ബുദ്ധിശാലിയാണ്. ആൻസർ പറയടി. അങ്ങനെ ഞാൻ ആൻസർ പറഞ്ഞ് നീ സമ്മാനം വാങ്ങിക്കണ്ട. എന്റെ അഭിപ്രായത്തിൽ കൃത്യമായ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ ഒരാളോട് തന്നെ ചോദിക്കേണ്ടി വരും. ആരോട്? ഉണ്ണീശോയോട്. എന്താടാ തമ്പു? ഞാൻ കുറച്ചു നേരം ചേച്ചിയുടെ പുറത്ത് കയറി ഇരിക്കട്ടെ. ഇരുന്നോ? പക്ഷെ അടുത്ത വർഷം ഇതേ സമയത്ത് ഇതേ ദിവസം നീ എന്റെ വീട് വരെ ഒന്ന് വരേണ്ടി വരും. എന്റെ ഡെത്ത് ആനിവേഴ്സറിക്ക് ഒരു പിടി പട്ട തിന്നാൻ. പിന്നെ ഞാൻ പുറത്ത് കയറി ഇരുന്നാലൊന്നും കറമ്പ ചേച്ചി ചാവത്തില്ല. ചാവില്ല, ചമ്മന്തിയായി പോവുകയുള്ളൂ.
അതെ, എന്നാ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നോക്കാം, എന്നിട്ട് ടേസ്റ്റും ചെയ്ത് നോക്കിക്കോ. ഓ, ഇങ്ങനെയുണ്ടോ ഒരു പേടി? എടാ തമ്പുട്ട, നീ തന്നെ ഇത് പറയണം. കരിവണ്ട് കൊല്ലാൻ വരുന്നേ, ഉറുമ്പ് കുത്താൻ വരുന്നേ എന്നൊക്കെ പറഞ്ഞ പേടിച്ചോടുന്ന പാർട്ടീസാ. പേടി മതി, എനിക്കോ എന്റെ പുറം വേദനിക്കുന്നു. ഓ, അവൻ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നല്ല അന്തസ്സായിട്ട് പറക്കാൻ അറിയാടാ. കൂട്ടുകാരി, നിങ്ങൾ അറിഞ്ഞോ? എന്താടി സുന്ദരി? പൊന്നും കിട്ടും തക്കടും പെറ്റിയൊക്കെ തലയിൽ തീ പിടിച്ചാ വീട്ടിലേക്ക് പോയിരിക്കുന്നത്. എന്റെ മാതാവേ, എന്നിട്ട് നീ ആ തീ കെടുത്താതെയാണോ ഇങ്ങോട്ട് ഓടി വന്നത്? അതെ, കാട്ടുതീയായിരിക്കും. അയ്യോ, എന്റെ കൂട്ടുകാരി കത്തിപ്പോയേ, എനിക്ക് സഹിക്കാൻ വയ്യേ. ഇടാ മണ്ടച്ചാരെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നന്മ ഏതാണെന്ന് ഫാദർ അവരോട് ചോദിച്ചു. അതിന്റെ ഉത്തരം കിട്ടാതെ അവര് ബുദ്ധിമുട്ടുകയാണെന്നാ പറഞ്ഞത്. കഷ്ടം. ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? എന്നോട് ചോദിച്ചാ പോരെ? നിനക്കറിയാവോ? അറിയാം. ഏതാ? നിന്നെയൊക്കെ ഞാൻ സഹിക്കുന്നുണ്ടല്ലോ, അതിലും വലിയ നന്മയുണ്ടോ? ഇത് കേട്ടിട്ട് ഞാൻ കറുമ്പ് ചേച്ചിയെ കാല് മടക്കി തൊഴിച്ചോ? അതാണടി ഏറ്റവും വലിയ നന്മ. ഈ പൊട്ടത്തരങ്ങൾ കേട്ടു നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല. അവരുടെ കാര്യം ഓർത്തിട്ടാ എനിക്ക് വിഷമം. അവർക്ക് വീട്ടിൽ ചെല്ലുമ്പോഴെങ്കിലും ശരിയുത്തരം കിട്ടിയാ മതിയായിരുന്നു. എടാ കിട്ടു, നിനക്ക് എന്ത് പറ്റിയടാ? ഒന്നുമില്ല മമ്മി. സൺഡേ ക്ലാസ്സിൽ നിന്ന് വന്നപ്പോ മുതലുള്ള ഇരിപ്പാണല്ലോ. നീ കാര്യം എന്താണെന്ന് പറയടാ. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മമ്മി അതിന് ഉത്തരം പറയുമോ? നീ ചോദിക്ക്. ഏറ്റവും വലിയ നന്മ ഏതാ? നമുക്ക് വലിപ്പ ചെറുപ്പൊന്നും ഇല്ലടാ, എല്ലാ നന്മകളും ഒരുപോലെയാ. നിന്നോടാരാ ഇത് പറഞ്ഞത്? ഫാദർ. ശരിയുത്തരം പറഞ്ഞാൽ സമ്മാനം തരും. അച്ഛൻ പറഞ്ഞതാണെങ്കിൽ ശരിയാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, പപ്പയോട് ചെന്ന് ചോദിക്ക്. എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. മോനൊരു കാര്യം ചെയ്യ്, പൊന്നൂന്റെ മമ്മി സൺഡേ സ്കൂൾ ടീച്ചർ അല്ലേ, അവളോടൊന്ന് ചോദിച്ചു നോക്ക്. ആന്റിയോട് പൊന്നു ചോദിച്ചോളും, എന്നിട്ട് സമ്മാനവും അവിടെ മേടിച്ചോളും. അതെങ്ങനെ ശരിയാവും? എന്റെ കിട്ടൂന് കിട്ടാത്ത സമ്മാനമൊന്നും പൊന്നൂനും കിട്ടണ്ട. ഏറ്റവും വലിയ നന്മ ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ തിന്മകളിൽ വലിയൊരു തിന്മ ഇതാണ്, അസൂയ. ഇത് കുഴപ്പിക്കുന്നൊരു ചോദ്യമാണല്ലോടി പൊന്നു. ഞാൻ കൂടാത്ത ധ്യാനങ്ങളില്ല, എന്നിട്ടും ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല. അപ്പൊ മമ്മിക്ക് പറയാൻ പാടില്ലല്ലേ? അതല്ലേ പറഞ്ഞത്, ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാന്ന്. പിന്നെ മമ്മി എന്തിനാ സൺഡേ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്? ദേ പെണ്ണെ, നിന്റെ മൂക്ക് ഞാൻ ചെത്തിയെടുക്കും. ചെത്തിയെടുത്തോ? എന്നിട്ട് ഈ ചെടികളുടെ കൂടെ നട്, മൂക്ക് ചെടി മുളയ്ക്കട്ടെ. അമ്പടി വായാടി, നീ ആദ്യം നന്മ എന്താണെന്ന് പഠിക്ക്. മാതാപിതാക്കളോട് ഇങ്ങനെയാണോടി സംസാരിക്കുന്നത്? പൊന്നു, നീ എങ്ങോട്ടാ? മമ്മി നോക്കിക്കോ, കൃത്യമായ ഉത്തരം കിട്ടാതെ ഈ പൊന്നൂന് ഇനി വിശ്രമമില്ല. മിടുക്കി. പെൺകുട്ടികളായ ഇങ്ങനെ വേണം. ചെല്ല് ചെല്ല്. എടാ തക്കുടു, ഭിക്ഷക്കാർക്ക് ധർമ്മം കൊടുക്കുന്നതാണോടാ? അല്ലടി, അതിലും വലിയ നന്മയല്ലേ രോഗികളെ നോക്കുന്നത്. എന്നാ സത്യം മാത്രം പറയുന്നതായിരിക്കും. അല്ലെന്നേ, ഉണ്ണീശോയോട് ഇഷ്ടമുള്ളവരെല്ലാം സത്യം മാത്രമേ പറയുള്ളൂ. അതൊന്നും ആയിരിക്കില്ല. എന്നാ നീ പറയടാ. ഫുഡ് വേസ്റ്റ് ആക്കാതെ മൊത്തം കഴിച്ച് തീർക്കുന്നതായിരിക്കോ വലിയ നന്മ? വയറിന്റെ നന്മയല്ല പറഞ്ഞത്. ഹോ, ഇതൊരുമാതിരി എലിപ്പെട്ടി വീണ ചുണ്ടനെ പോലെ ആയല്ലോ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കലടാ തക്കുടു, ക്ഷമയോടെ ആലോചിക്ക്. എടി, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നതായിരിക്കോ ഏറ്റവും വലിയ നന്മ? അതും നന്മയാണ്, പക്ഷെ ഏറ്റവും വലിയ നന്മയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഇങ്ങനെ എല്ലാത്തിനും അല്ല അല്ല എന്ന് പറഞ്ഞ എനിക്ക് ദേഷ്യം വരും ട്ടോ. ഉത്തരം തെറ്റിപ്പോയ സമ്മാനം കിട്ടുവോ? അതാ പറഞ്ഞത്, എല്ലാവർക്കും ശരിയാണെന്ന് തോന്നുന്ന ഒരു ഉത്തരം നമ്മൾ കണ്ടെത്തണം, കണ്ടെത്തിയേ പറ്റൂ. ഒരു പൂച്ചയുടെ കരച്ചിലാണെന്ന്
എവിടുന്ന ഈ പൂച്ച? രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ചേടാ, ഈ പൂച്ചകൾക്ക് എന്താ കാട്ടിൽ കാര്യം? എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇത് കലക്കി. പുലിക്ക് വെച്ച വലയിൽ പൂച്ചയാണല്ലോ കുടുങ്ങിയത്. എന്നെ രക്ഷിക്കണം ബ്രോ. ചേട്ടായി പേടിക്കണ്ട, ഈ പൂച്ചയെ ശിക്കാരികളൊന്നും പിടിക്കാറില്ല. എന്നാലും വല്ല പുലിയോ സിംഹമോ ഇതുവഴി വന്നാലോ? എന്റെ കഥ കഴിയില്ലേ? അല്ല, അതിരിക്കട്ടെ, ചേട്ടായി എന്തിനാ കാട്ടിലേക്ക് വന്നത്? ഞാൻ നാട് വിട്ടതാ അനിയ. എന്തിന്? എന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്, എന്നെ കടിക്കുന്നതാ അവന്റെ ഒരു ഹോബി. നല്ല ഹോബി. അവന്റെ കടി കൊണ്ട് മടുത്തപ്പോ ഞാൻ നാട് വിട്ടു. ഇനിയുള്ള കാലം ഞാനൊരു കാട്ടുപൂച്ചയായി ജീവിച്ചോളാം. അതെ, ഈ കാട്ടില് ചോറും ഉണക്കമീനും ഒന്നും കിട്ടത്തില്ല. അതെ, ഇര പിടിച്ച് ജീവിക്കേണ്ടി വരും. പിടിച്ചോളാം. ആരെ പിടിക്കും? എലികളെ പിടിച്ചോളാം. എടാ കള്ളപ്പൂച്ച, ഇപ്പോഴല്ലേ നിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായത്? അയ്യോ, അനിയൻ തെറ്റിദ്ധരിക്കണ്ട. എന്നെ രക്ഷിച്ചാൽ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ഫ്രണ്ടിനെ ആരെങ്കിലും പിടിച്ചു തിന്നോ? പണ്ട് പൂച്ചകളെ പേടിച്ചിട്ടാ എലികൾ നാട് വിട്ടത്, അറിയാമോ നിനക്ക്? അതുകൊണ്ട് ഞാൻ ചേട്ടായെ സഹായിച്ചാൽ ദൈവം തമ്പുരാൻ പൊറുക്കുമോ ചേട്ടായി? ശത്രുക്കളെ സഹായിക്കണമെന്നല്ലേ അനിയ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? അതെ, ചേട്ടായി എന്നെ പിടിച്ചു തിന്നില്ലല്ലോ, ഉറപ്പല്ലേ? ഇല്ലടാ, നീ എനിക്ക് പിറക്കാതെ പോയ എന്റെ അനിയൻ കുട്ടനല്ലേടാ. ശരി ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്റെ പൊന്നനിയ, ഒന്ന് വേഗം കടിച്ചു പൊട്ടിക്ക്. ഒന്ന് വേഗം കടിച്ചു പൊട്ടിക്ക്. ഒന്നാടക ചേട്ടായി. ഈ ഉപകാരം ഞാൻ ചത്താലും മറക്കില്ല. ചത്താ മറന്നോ? ചാവുന്നത് വരെ ഓർത്താ മതി. അനിയന്റെ പേരെന്താ? ചുണ്ടൻ. എടാ ചുണ്ടാ, എന്താ? ആപത്തിൽ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ. ഞാൻ പോട്ടെ. എന്താ പറഞ്ഞത്? ആപത്തിൽ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മയെന്നോ? മതി ചേട്ടായി, എനിക്കത് മതി. ഒരു കാര്യം എന്തായാലും ഉറപ്പായി, ഈ സമ്മാനം എന്തായാലും നമുക്ക് കിട്ടാൻ പോണില്ല. നീ ഇങ്ങനെ നിരാശപ്പെടല്ലടി പൊന്നു, നമുക്ക് ഇനിയും സമയമുണ്ട്. തോറ്റ് പിന്മാറാൻ ഈ തക്കടൂനെ കിട്ടില്ല മോനെ. പൊന്നോ, കിട്ടൂ, തക്കടൂ, ബെറ്റി. കിട്ടിയടാ മോനെ, കിട്ടി കിട്ടി. എന്ത് കിട്ടിയെന്ന്? പക്ഷേ സമ്മാനത്തിന്റെ പകുതി എനിക്ക് തരണം. അതൊക്കെ തരാം, നീ ഉത്തരം പറ. ഓക്കെ, ആപത്തിൽ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ. അതെങ്ങനെ ശരിയാവും? എടാ, ഒരാളുടെ ജീവൻ അപകടത്തിലാവുമ്പോ നമ്മൾ അവരെ സഹായിക്കുമ്പോ അവരുടെ ജീവൻ തിരികെ കിട്ടുകയല്ലേ ചെയ്യുന്നത്? എടാ, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ വലിയ നന്മയുണ്ടോടാ? ഈ ഉത്തരം ശരിയാ. നമുക്ക് സമ്മാനം ഉറപ്പാ. അതെ, സമ്മാനത്തിന്റെ കാര്യം മറക്കണ്ട. ഇല്ലടാ. ഹായ് മിഖായിൽ. മിഖായേൽ വന്നത് നന്നായി. എന്തു പറ്റി കൂട്ടുകാരെ? കാര്യം എന്താണെന്ന് മിഖായേലിന് അറിയില്ലേ? അറിയാം, സമ്മാനം നിങ്ങൾക്ക് കിട്ടില്ലെന്നും അറിയാം. അതെന്താ കിട്ടാത്തത്? നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞാലല്ലേ ഫാദർ നിങ്ങൾക്ക് സമ്മാനം തരുള്ളൂ. ഉത്തരം തെറ്റാണോ? ആപത്തിൽ സഹായിക്കുന്നത് വലിയ നന്മയാണ്, പക്ഷേ അതിലും വലിയ നന്മയുണ്ട്. നാളെ രാവിലെ കൂട്ടുകാർ ഇവിടെ വരണം. എന്തിനാ? ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വെറുതെ ഒരു രാത്രി കൂടി ഞങ്ങളെ ടെൻഷൻ അടിപ്പിക്കല്ലേ. സൺഡേ ക്ലാസ്സിൽ തെറ്റുത്തരം പറയുന്നതാണോ അതോ ഒരു ദിവസം കൂടി കാത്തിരിക്കുന്നതാണോ നല്ലത്? ഈ മിഖായേൽ ഭയങ്കര സാധനമാ. ഓ, ഇന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? കൂട്ടുകാരെ, നാളെ സംഭവിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് സംഭവിക്കില്ല. ഓരോ ദിവസത്തിനും അതിന്റെ പ്രത്യേകതകളുണ്ട്. ശരി, സമ്മതിച്ചു. മിഖായേൽ ഒന്നും കാണാതെ അങ്ങനെ പറയില്ല. കണ്ടു പഠിക്കേണ്ട കാര്യങ്ങൾ കണ്ടു തന്നെ പഠിക്കണം. അതാ നാളെ വരാൻ പറഞ്ഞത്. എന്നാ ഞങ്ങൾ പോട്ടെ. പോയിക്കോ, പോയി കിടന്ന് സുഖമായി ഉറങ്ങ്. നമുക്ക് നാളെ കാണാം.
നിന്റെ കഥ ഞാൻ കഴിക്കും. ആ ജീവൻ ഞാനിങ്ങെടുക്കും. അയ്യോ ചേച്ചി വേഗം വേഗം ഇങ്ങോട്ട് ഓടി കേറ്. വേണ്ടടാ റാംബുട്ട. മതി മതി. റാംബോ, എനിക്ക് എന്റെ ജീവനേക്കാൾ വലുതാടാ നിന്റെ ജീവൻ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് എന്റെ ജീവനേക്കാൾ വലുതാണ് ചേച്ചിയുടെ ജീവൻ. ഈശ്വരാ, ആ ദുഷ്ടൻ ഇന്ന് കൂട്ടുകാരുടെ കഥ കഴിക്കുമല്ലോ. ചേച്ചി പെണ്ണേ, റാംബുട്ട, താങ്ക്സ് ഡാ. കണ്ടില്ലേ കൂട്ടുകാരെ, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി. യേശുവും അതുതന്നെയല്ലേ ചെയ്തത്? മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തു. അതിലും വലിയ നന്മയുണ്ടോ? ഞങ്ങൾക്ക് മനസ്സിലായി. ഈ അറിവ് ഞങ്ങൾക്ക് പകർന്നതിന് മിഖായേലിന് ഒരു ചക്കരയുമ്മ. ഇനി ഞങ്ങൾ പോട്ടെ. ശരി കൂട്ടുകാരെ,